ഹലോ, വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് നമ്പർ 8 ഓഫ് ടൈം ടേണർ. കഴിഞ്ഞ എപ്പിഡോസിൽ നമ്മൾ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ എപ്പിഡോസിൽ നമുക്ക് വീട് അന്വേഷിക്കാം. വേറെ എവിടെയല്ല, കാനഡയിൽ. സോ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഹൗസ് ഹണ്ടിങ് ഇൻ കാനഡ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുമായിട്ടൊരു ചെറിയൊരു വാർത്ത ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. യൂട്യൂബ് എന്നുമായിട്ട് ഷെയർ ചെയ്തൊരു കുഞ്ഞു വാർത്ത. അത്ര വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ ഈ കൊച്ചു യൂട്യൂബറെ സംബന്ധിച്ചതൊരു വലിയ കാൽവെപ്പായിരുന്നു. നമ്മുടെ ടൈം ടേണർ ചാനൽ 500 വ്യൂസ് പിന്നിട്ടിരിക്കുകയാണ്. ആദ്യ ലെവന്മാരെന്നെ കളിയാക്കണോ എന്ന് എനിക്ക് തോന്നി. നീ മരണമാസാടാ, വേറെ ലെവലാടാ നീ. അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. നിനക്ക് ആത്മവിശ്വാസം തരുന്നത് എന്റെ തെറ്റല്ലേ? എടാ, കഴിവില്ലാത്തവനോട് കഴിവില്ല എന്ന് തുറന്നു പറഞ്ഞവനാണ് യഥാർത്ഥ സുഹൃത്ത്, അല്ലാണ്ട് ഈ ആത്മവിശ്വാസം ഉണ്ടാക്കണവനല്ല. ഞാനിത് കേൾക്കേണ്ടവനാ. നീ ഇത് കേൾക്കണമെന്ന് തന്നെയാണ്. അതന്നെയല്ലേ ഞാനും പറഞ്ഞേ. പക്ഷേ യൂട്യൂബ് എഴുതിയ ഈ വാചകം ഒരു പ്രോത്സാഹനമായി എടുത്തുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഒരിക്കലും ആരും കാണില്ല എന്ന് വിചാരിച്ച ഈ ചാനൽ ആരൊക്കെയോ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവർക്കും നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. കീപ് സപ്പോർട്ടിങ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാനഡയിൽ നമുക്കൊരു റെൻ്റൽ അക്കോമഡേഷൻ എങ്ങനെ തരപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. എന്താണ് ഇപ്പോഴത്തെ കാനഡയിലെ റിയൽ എസ്റ്റേറ്റ് 1987 ശ്രീനിവാസൻ നാടോടിക്കാറ്റിന് വേണ്ടി എഴുതി വെച്ച ഈ ഡയലോഗിൻ്റെ പ്രസക്തി എന്താണെന്ന് 2022 നമുക്ക് കാനഡയിൽ വന്നാൽ മനസ്സിലാവും. അത്രയ്ക്കാണ് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റിൻ്റെ അവസ്ഥ. ജസ്റ്റ് ഒരു ചേഞ്ചേ ഉള്ളൂ, ആ രൂപ മാറ്റി ഡോളറാക്കുക, ബാക്കിയെല്ലാം എക്സാക്ട്ലി സെയിം ആണ്. ഇവിടുത്തെ ഗവൺമെൻറ് നേരിടുന്ന പ്രധാന വിമർശനം എന്ന് പറയുന്നതും അത് തന്നെയാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലനെ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ദിവസം പ്രതിയാണ് ഓരോ പ്രോപ്പർട്ടിയുടെയും ഇതിനെ വില കൂടിക്കൊണ്ടിരിക്കുന്നത്. ഒരു കൺട്രോൾ മെക്കാനിസം ഒന്നും ഇല്ല ഇവിടെ. അപ്പം ബൈയിങ് ആണെങ്കിലും സെല്ലിങ് ആണെങ്കിലും സാധാരണക്കാർക്ക് വീട് വാങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാനഡയിൽ നിലവിൽ. ഇനി നമ്മൾ റെൻ്റിൻ്റെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും ഭയാനകമാണ്. ഞങ്ങളിവിടെ വന്നതിന് ശേഷം വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഒരു റെൻ്റൽ സ്പേസ് ഒപ്പിച്ചെടുത്തത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫാമിലി ആയിട്ട് വരുമ്പോൾ നമ്മൾ ഈ ജോലിയൊന്നും ഇല്ലാതെ എംപ്ലോയ്മെൻറ്റ് ലെറ്ററോ ക്രെഡിറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്കൊരു കാനഡയിലൊരു വീട് കണ്ടുപിടിക്കുക, ഒരു താമസിക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. അപ്പം പൊതുവേ അങ്ങനെ തരുന്നവർ, അതായത് ഈ ഹിസ്റ്ററിയും എംപ്ലോയ്മെൻറ്റ് ലെറ്ററൊന്നും ഇല്ലാതെ വീട് തരുന്നവർ ഇമിഗ്രൻസ് ആയിട്ട് വന്ന് ഇവിടെ കഷ്ടപ്പെട്ട് അവിടെ ലോകം കെട്ടിപ്പടുത്തവർ തന്നെയായിരിക്കും നമുക്കിങ്ങനെ വീട് തരാൻ തയ്യാറായിട്ട് ഉണ്ടാവുക. ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം അവർ ഷെയറിങ്ങിൽ നിൽക്കാൻ അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഒരുപാട് റെൻ്റൽ ഏജൻസീസും ഒക്കെ ഉണ്ട് ഷെയറിങ് ബേസിസിൽ വീട് നൽകാൻ. പക്ഷേ ഫാമിലി ആയിട്ട് വരുമ്പം അതൊരു ചടങ്ങ് തന്നെയാണ്. നമ്മൾ കറക്റ്റായിട്ട് നമ്മളെ പറ്റിക്കാൻ ഇട കൊടുക്കാതെ ഒരു കറക്റ്റ് നമുക്ക് പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയ ഒരു വീട് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ആദ്യം കാനഡയിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെൻ്റൽ സ്പേസിനെ കുറിച്ചാണ് ഒരു ഇൻട്രോ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. അതിനുശേഷം നമുക്കത് എങ്ങനെ സെർച്ച് ചെയ്യാമെന്ന് കണ്ടുപിടിക്കാം.
അപ്പോൾ നമ്പർ 1 ടൗൺ ഹൗസാണ്. നമ്മൾ ഈ ഹോളിവുഡ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, വീടുകൾ ഇങ്ങനെ അടുത്തടുത്ത്, അതായത് മതിലൊന്നും ഇല്ലാതെ അടുപ്പിച്ചടുപ്പിച്ച് കുറേ വീടുകൾ. പൊതുവെ അതിൻ്റെ അകം നാരോ ആയിരിക്കും എന്നാണ്, അതായത് സാധാരണ ഹൗസുകളെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അകം നാരോ ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഞാനിതൊരു ടൗൺ ഹൗസിനകത്ത് പോയിട്ടില്ല, പക്ഷേ ഞാൻ കിജിയിൽ സെർച്ച് ചെയ്തപ്പം ഇതിൻ്റെ റെൻ്റ് എന്ന് പറയുന്നത് $2000 മേലെയാണ്, അൺലെസ് ഷെയറിങ് അല്ലെങ്കിൽ. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്, ഇൻഡിപെൻഡൻറ്റ് ഹൗസ്, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ. പക്ഷേ ഇവിടെ വളരെ റെയറായിട്ട് ഒരു ഹൗസ് മൊത്തമായിട്ട് വാടക കൊടുക്കാറുള്ളൂ. കാര്യം അഫോർഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം 2 വീടൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ റെൻറ്റ് ഡിപ്പെൻസ്, ചിലപ്പോൾ അതിൻ്റെ അപ്സ്റ്റേഴ്സ് മാത്രമായിരിക്കും ഒരു ഫാമിലി, അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ വേറെ ഫാമിലി, അങ്ങനെയൊക്കെ ആണെങ്കിൽ റെൻറ്റ് അതേപോലെ കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും. ചിലപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഐസ് മാറുന്ന പരിപാടി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കേണ്ടി വരും. ഓണർ അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ ഈ പരിപാടികൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ഓണറിൻ്റെ അടുത്ത് ക്ലിയറായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം ആരാണ് ഐസ് മാന്താൻ പോകുന്നത് എന്നൊക്കെ. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളില്ലാത്തൊരു സംഭവമാണ് അപ്പാർട്ട്മെൻറ്റ്. ഇവിടെ ഈ അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു റെൻ്റൽ ഏജൻസി അല്ലെങ്കിൽ ഒരു കമ്പനി നടത്തുന്ന, അവർ ലീസിനെടുത്തിട്ട് റെൻറ്റിന് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ യൂണിറ്റ്സ് ഉണ്ടാവും, അതെല്ലാം ഇവർ റെൻറ്റിന് കൊടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതായിരിക്കും. പിന്നെ ഇതിൻ്റെ റെൻ്റ് എന്ന് പറയുന്നത് വർഷാവർഷം വലിയ വ്യത്യാസം ഉണ്ടാവില്ല. കോണ്ടോയെ സംബന്ധിച്ച്, കോണ്ടോയുടെ കാര്യം ഞാൻ പറയാം. അപ്പം അപ്പാർട്ട്മെൻറ്റിലെ മെയിൻ്റനൻസ് ആക്ടിവിറ്റി, ഐസ് മാന്തുന്ന ആക്ടിവിറ്റി, ഇതെല്ലാം ചെയ്യുന്നത് ഈ അപ്പാർട്ട്മെൻറ്റ് ഓണേഴ്സ് അല്ലെങ്കിൽ നടത്തുന്ന ആൾക്കാർ തന്നെയായിരിക്കും. നമ്മളതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ, ഡ്രയർ യൂണിറ്റ് ചിലപ്പം കോമൺ ആയിരിക്കും. കോയിൻ ബേസ്ഡ് ഒരു മുറിയിലായിരിക്കും എല്ലാവർക്കും ഉള്ള വാഷിംഗ് മെഷീൻ ഡ്രയർ സിസ്റ്റം. ചില കേസിൽ അത് ഇൻ യൂണിറ്റ്, അതായത് നമ്മൾ അപ്പാർട്ട്മെൻറ്റ്, അതായത് നമ്മുടെ വീടിൻ്റെ അകത്ത് തന്നെ വാഷിംഗ് മെഷീൻ ഡ്രയർ യൂണിറ്റ് കാണും. പിന്നെ പൊതുവേ അപ്പാർട്ട്മെൻറ്റുകൾ അൺഫർണിഷ്ഡ് ആയിരിക്കും. റെയർലി ഫർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റെൻറ്റും ഏകദേശം ഒരു 2000 താഴെയൊക്കെയാണ് ഉണ്ടാവാറ്. പിന്നെ അതിലും കുറവുള്ള സംഭവമാണ് ഈ ബാച്ചിലർ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അതായത് ഈ ബെഡ്റൂം സ്പെഷ്യലായിട്ട് ഉണ്ടാവില്ല, നമ്മളെ നാട്ടിലെ പോലെ തന്നെ ഈ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും ഫ്ലാറ്റ് മോഡൽ തന്നെയാണ്, ഒരു ബിൽഡിങ്ങിൽ മൾട്ടിപ്പിൾ യൂണിറ്റ്സ്. അപ്പോൾ ഈ ബാച്ചിലർ സ്റ്റുഡിയോയ്ക്കകത്ത് ഒരു ചെറിയ കിച്ചൺ യൂണിറ്റ് ഉണ്ടാവും, ഒരു പാർട്ടീഷൻ ഫോർ ബെഡ് ആൻഡ് കിടക്ക ഉണ്ടാവും. പിന്നെ അതിന് കൂടാതെ ഒരു ചെറിയൊരു ഹോൾ പോലത്തെ എന്തെങ്കിലും സംഭവം കൂടെ ഉണ്ടാവും. അപ്പം ഭയങ്കര ഹൈഫൈ സ്റ്റുഡിയോ ആണെങ്കിൽ റെൻറ്റ് കൂടും, ഇറ്റ് ഡിപ്പെൻസ്. പിന്നെ അടുത്ത സംഭവം എന്ന് പറയുന്നതാണ് കോണ്ടോ. അത് ഇതുപോലെ ബിൽഡിങ്ങിലുള്ള ഫ്ലാറ്റ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഇൻഡിവിജ്വൽ ഓണേഴ്സിൻ്റെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വർഷം അതിൻ്റെ റെൻറ്റ് കൂടുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഓണേഴ്സിന് ഇഷ്ടമുള്ള പോലെ റെൻറ്റ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. പിന്നെ സൗകര്യങ്ങളൊക്കെ ഏകദേശം അപ്പാർട്ട്മെൻറ്റ് പോലെ തന്നെ ഫർണിഷ്ഡും വരും, അൺഫർണിഷ്ഡും വരും. പിന്നെ ഇൻഡിവിജ്വൽ ഓണേഴ്സിൻ്റെതായതുകൊണ്ട് തന്നെ വാഷിംഗ് മെഷീൻ, ഡ്രയർ യൂണിറ്റ് പൊതുവേ ഇൻ യൂണിറ്റ് ആയിരിക്കും. അതല്ലാത്ത കേസ് ഉണ്ട്, പക്ഷേ ജനറലി വീടിനകത്ത് തന്നെ വാഷിംഗ് മെഷീൻ, ഡ്രയർ യൂണിറ്റ് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ് നോർമലി അപ്പാർട്ട്മെൻറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബിൽഡിങ്ങുകാരെ വിളിക്കാൻ പറ്റില്ല, പകരം നമ്മൾ ഓണേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടി വരും. ബിൽഡിങ്ങുകാർ കോമൺ ഏരിയാസ് മാത്രമേ നോക്കത്തുള്ളൂ ഈ ഇതുപോലത്തെ കോണ്ടോസിൽ. അടുത്ത സംഭവം എന്ന് പറയുന്നത് എമിഗ്രൻസിൻ്റെ സ്വർഗം എന്നറിയപ്പെടുന്ന ബേസ്മെൻറ്റ്. യെസ്, അതായത് കിട്ടാൻ എളുപ്പമുള്ള, കൂടുതൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സംഭവം എന്ന് പറയുന്നത് ഈ ബേസ്മെൻ്റ് ആണ്. പൊതുവേ കാനഡയിൽ PR വരുന്നവരാണെങ്കിലും ശരി, ഇതുപോലെ ഫാമിലി ആയിട്ട് ഫസ്റ്റ് വരുന്നവർ എല്ലാവരും ബേസ്മെൻ്റ് ആണ് ആദ്യം പ്രിഫർ ചെയ്യുക. ഒന്നാമത്തെ കാര്യം ഫിനാൻഷ്യൽ കൺജക്ഷൻ. അത് നമുക്ക് ബേസ്മെൻറ്റിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നും. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ബേസ്മെൻറ്റിന്. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. പിന്നെ അതിൻ്റെ ലൈറ്റിങ്, ഒട്ടും ലൈറ്റില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, കുറച്ചെങ്കിലും ലൈറ്റ് വേണം. ഇപ്പോൾ പുതുതായിട്ട് ബേസ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കുന്നവർ നല്ല ലൈറ്റിംഗ് സിസ്റ്റത്തോടൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്തായാലും സൺലൈറ്റിൻ്റെ ഒരു പ്രസൻസ് അതൊരു ഡിഫറൻസ് തന്നെയാണ്. എന്നിരുന്നാലും ഇമിഗ്രൻസിനെ സംബന്ധിച്ച് ഏറ്റവും കിട്ടാൻ എളുപ്പമുള്ള സംഭവം ബേസ്മെൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ റെൻ്റ് പറയുന്നത് ലൊക്കേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഞാനിപ്പം താമസിക്കുന്ന കിച്ചണ വാട്ടർലൂ ഏരിയയിൽ ബേസ്മെൻറ്റ് അപ്പാർട്ട്മെൻറ്റ് ഏകദേശം ഒരേ ലെവലിലാണ് പ്രൈസ് റേഞ്ചൊക്കെ. പിന്നെ
ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഏതൊക്കെയാണ് റെൻ്റൽ സ്പേസ് അവൈലബിൾ ഉള്ളത്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് വെച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഉടനെ ചെയ്യുന്നില്ല, കാര്യം അത് റിപ്പീറ്റേഷൻ ആവും. ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് റിപ്പീറ്റേഷൻ. അതുകൊണ്ട് നമുക്കതൊരു ഫ്യൂച്ചർ പ്ലാനായിട്ട് ഇപ്പം നിൽക്കാം. എന്നിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ഈ വീട് അന്വേഷിക്കുക എന്നുള്ളത് അതൊരു ടാസ്ക് തന്നെയാണ് മക്കളെ, അതൊരു ടാസ്ക് തന്നെയാണ്. അതെങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ ഒരുത്തരം നമുക്ക് റിപ്ലൈ ചെയ്യത്തില്ല. അപ്പോൾ അതിന് ചില ടിപ്സ് ആൻഡ് സീക്രട്ട് ട്രിക്സ് ഒക്കെ ഉണ്ട്. അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പ്ലീസ് കണ്ടിന്യൂ വാച്ചിങ്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ഹൗസ് ഹണ്ടിങ് ആരംഭിക്കണം. എല്ലാ സോഷ്യൽ മീഡിയ സംഭവങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഹൗസ് ഹണ്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കോളേജ് എവിടെയാണോ ഏകദേശം ആ ഏരിയയിൽ ഹൗസ് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ലോങ് ടേമിന് നല്ലത്. പക്ഷേ പലരും കോളേജ് അല്ലാത്ത ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രാംപ്ടൺ, സ്കാർബ്രോ തുടങ്ങി പാർട്ട് ടൈമിന് അവൈലബിലിറ്റി കൂടുതലുള്ള ഏരിയയിൽ വന്ന് താമസിക്കുന്നവരുണ്ട്. ബിക്കോസ് ക്ലാസ്സസ് ഇപ്പോൾ ഓൺലൈനാണ്. പക്ഷേ ലോങ് ടേമിന് നമുക്ക് കോളേജുള്ള ഏരിയയിലേക്ക് എന്തായാലും മാറേണ്ടി വരും, ക്ലാസ്സസ് ഓഫ്ലൈനായി തുടങ്ങിക്കഴിഞ്ഞാൽ. അപ്പം നമുക്ക് ഫസ്റ്റായിട്ട് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, ആദ്യം നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്ന സംഭവം എന്നത് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫേസ്ബുക്കിൽ അക്കൗണ്ട് വേണം. അക്കൗണ്ട് ഉണ്ടാക്കുക, അതെല്ലാവർക്കും ഉണ്ടാവും. അതിനകത്ത് മാർക്കറ്റ് പ്ലേസ് പോവുക. അപ്പോൾ ഇതിനകത്തൊരു ട്രിക്ക് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങൾ കാനഡയിലെ ഒരു ലൊക്കേഷനായിട്ട് മാറ്റുക. എന്നതിന് ശേഷം സെർച്ച് ചെയ്യുക. ചിലർക്ക് അറിയുമായിരിക്കും. അതിനുശേഷം നമ്മൾ ഈ റിയൽ എസ്റ്റേറ്റ് ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് റെൻ്റൽ മിനിമം പ്രൈസ്, മാക്സിമം പ്രൈസ് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ അത്യാവശ്യം കുറച്ച് ഫിൽറ്റേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. KGGയുടെ അത്രയില്ല, പക്ഷേ ഇതിനകത്ത് ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലൊരു സംഭവം സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം, റെൻ്റൽ കാണാം, അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് കാണാം. പിന്നെ അതിൽ അവൈലബിൾ ആയിട്ടുള്ള അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് താഴെ നമുക്ക് അത് വായിച്ച് എടുക്കാൻ പറ്റും. പിന്നെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിന് ഞാൻ ഏറ്റവും ഗുണകരമായിട്ട് കാണുന്നൊരു സംഭവം എന്ന് പറയുന്നത് വോക്ക് സ്കോർ എന്നുള്ള സംഭവമാണ്. അതായത് നമുക്ക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എത്രത്തോളം അവൈലബിൾ ആണ്, അടുത്ത ഷോപ്പുകളും കാര്യങ്ങളൊക്കെ എത്രത്തോളം വേഗത്തിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നുള്ളത് നമുക്ക് ഈ വോക്ക് സ്കോർ എന്ന് പറഞ്ഞ ഈ ഫങ്ഷനാലിറ്റികളിലൂടെ നമുക്കറിയാൻ പറ്റും. ആ ഓപ്ഷൻ കിജിജി എന്ന് പറഞ്ഞ സൈറ്റിൽ ഇല്ല. അപ്പോൾ അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് കോളേജിൽ നിന്ന് എത്ര ദൂരമാണ്, നമുക്ക് നടക്കാനുള്ള ദൂരമാണ്. പ്രത്യേകിച്ച് വിൻ്ററിൽ നമ്മൾ നടക്കുക എന്നുള്ളത് അത്ര ഫീസിബിളായിട്ടുള്ള കാര്യമല്ല. കുറേ ദൂരം നമുക്ക് നടക്കാൻ പറ്റില്ല. അപ്പോൾ ട്രാൻസ്പോർട്ട് സിസ്റ്റം എങ്ങനെയാണ്, ബസ് സിസ്റ്റം, അത് നമുക്ക് ഗൂഗിളിൽ വേണമെങ്കിലും സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു റെൻ്റൽ ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോളേജിലേക്ക് എത്ര ദൂരമുണ്ട്, അപ്പോൾ ഗൂഗിളിൽ അതിൽ ഡിഫറെൻറ്റ് ട്രെയിന്, ബസ്, വാക്ക്, നമുക്കറിയാമല്ലോ, സ്കൂട്ടർ, ബൈക്ക്, ഇതിൻ്റെ എങ്ങനെയാണ് നമ്മളെങ്ങനെ ട്രാവൽ ചെയ്യാൻ പോകുന്നത് കാണിക്കും. അപ്പം ബസ് അവൈലബിലിറ്റി അല്ലെങ്കിൽ ട്രാം അവൈലബിലിറ്റി ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഈ ഇത് ഏകദേശം ഒരു ഐഡിയ തരും. ഈ സ്കോർ ഏകദേശം ഒരു ഐഡിയ തരും. നമ്മളുടെ ഗ്രോസറി സ്റ്റോറിലേക്കാണെങ്കിലും എവിടേക്കാണെങ്കിലും എത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ട്, എത്രത്തോളം നമ്മൾ ഡെയിലി ട്രാവൽ ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ഐഡിയ നമുക്ക് തരും. അപ്പോൾ ഇതാണ് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ്. അപ്പം ഇതിൽ നമുക്ക് ഫോട്ടോസും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഗുഡ് ടു ബി ട്രൂ എന്നുള്ള രീതിയിലുള്ള പരസ്യമാണെങ്കിൽ അത് ഫ്രോഡാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇതിലധിക ഫോട്ടോസും ചില സൈറ്റിൽ നിന്നുള്ളതായിരിക്കും. ഒറിജിനൽ ഫോട്ടോ ഇടുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതൊക്കെ കണ്ടാൽ നമുക്കറിയാം ഇതൊരു ഒറിജിനൽ ഫോട്ടോയാണ്, ഇപ്പോഴത്തെ നിലവിലെ ഈ ഫ്ലാറ്റിൻ്റെ അവസ്ഥ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലാവും. അതല്ല, അപ്പാർട്ട്മെൻറ്റിൻ്റെ പരസ്യമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു നല്ല വീട് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അത് ശരിക്കും അങ്ങനെ ആയിരിക്കില്ല അവസ്ഥ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പല ഫോട്ടോസിലും ഫർണിച്ചറോട് കൂടിയായിരിക്കും ഫോട്ടോ ഇട്ടിരിക്കുന്നത്. അൺലെസ് ഫർണിഷ്ഡ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് അൺഫർണിഷ്ഡ് ആയിരിക്കാനാണ് മാക്സിമം ചാൻസ്. അപ്പോൾ അവർക്ക് മെസ്സേജ് ചെയ്തിട്ട് നമുക്ക് അവരായിട്ട് ഡിസ്കസ് ചെയ്ത് കോൺടാക്ട് നമ്പറൊക്കെ മേടിച്ച് കോൾ ചെയ്ത് ഫൈനലൈസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത മെയിൻ സംഭവം എന്ന് പറയുന്നത് കാനഡയുടെ സ്പെഷ്യൽ സംഭവമാണ് കിജിജി എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ പേരിൻ്റെ അർത്ഥമാവും? പോട്ടെ. അപ്പം നമ്മൾ കിജിജിയിൽ പോവാം. കിജിജിയിൽ പോയതിന് ശേഷം നമുക്കിതുപോലെ നമ്മളുടെ ലൊക്കേഷൻ കൊടുക്കുക. ഇതിൽ നമുക്ക് ലൊക്കേഷൻ ഇപ്പോൾ കിച്ചണറിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിൽ 15 കിലോമീറ്റർ 20 കിലോമീറ്റേഴ്സ് അങ്ങനെ കൊടുക്കാം. പിന്നെ അതിനകത്ത് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിജിജിയുടെ ഫിൽട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ റെൻ്റൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നെ റെൻ്റൽ തന്നെ 2 രീതിയിലുണ്ട്, ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഉണ്ട്. പിന്നെ മന്ത്ലി റെൻ്റുള്ള പരിപാടി, അങ്ങനത്തെ സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ ലോങ് ടേം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സ്, ഹൗസ്, എല്ലാ ടൈപ്പ് സംഭവങ്ങളും കാണാൻ പറ്റും. നമുക്ക് ഫിൽറ്റർ യൂസ് ചെയ്യാൻ പറ്റും.
ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം നമ്മുടെ ലൊക്കേഷൻ ഡിസ്റ്റൻസ് ആണ് അത് ഉദ്ദേശിക്കുന്നത്, അതായത് സിറ്റിയിൽ നിന്ന് എത്ര ദൂരെ എന്നുള്ള രീതിയിൽ. പിന്നെ നമുക്ക് പ്രൈസ് റേഞ്ച് ഇവിടെ കൊടുക്കാം. പിന്നെ ഒരുപാട് ഫിൽറ്റേഴ്സ് കിഡ്സ് അവൈലബിൾ ആണ്. അതെല്ലാം കൊടുത്ത് നമ്മളുടെ എല്ലാ ഇഷ്ടങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഫിൽറ്റർ കുറച്ച് റിലാക്സ് ചെയ്തിട്ട് ഫിൽറ്റേഴ്സ് കൊടുത്താലേ കുറച്ചും കൂടെ ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കിജിജിയിൽ വേറെ ഒരാളുടെ പോസ്റ്റ്, അതായത് വീട് വേണമെന്ന് പറഞ്ഞ് ഇടുന്നവരുടെ പോസ്റ്റ് നല്ല ഫോട്ടോയൊക്കെ ആയിട്ട് വരാറുണ്ട്. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീടായിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതായത് ഒരു റെൻ്റൽ സ്പേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത്രത്തോളം ഫിൽറ്റർ ഓപ്ഷൻസ് അവൈലബിൾ ഉണ്ട്. എല്ലാം കൂടെ കൊടുക്കരുത്, നമുക്കൊന്നും കിട്ടത്തില്ല പിന്നെ. അപ്പം ഇതെല്ലാം ചൂസ് ചെയ്തതിന് ശേഷം അപ്ലൈ ഫിൽറ്റേഴ്സ് കൊടുക്കുക. അപ്പം നമുക്ക് അത്യാവശ്യമുള്ള സംഭവങ്ങളൊക്കെ കാണിക്കും. ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും കാണിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. അതിൻ്റെ റെൻ്റൽ എമൗണ്ട് എത്ര എന്നുള്ളതും കാണിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ കണ്ടാൽ അറിയാം ശരിക്കുള്ള ഫോട്ടോ അല്ലാന്ന്. ന്യൂലി റിനോവേറ്റഡ് എന്നൊക്കെ പറയുന്നുണ്ട്, ശരിയായിരിക്കും. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ അപ്പാർട്ട്മെൻറ്റ് ആണോ എന്നുള്ളത്. പിന്നെ എന്തൊക്കെ അമ്യൂണിറ്റീസ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഹൈഡ്രോ, ഹീറ്റ്, ഇതിൻ്റെയൊക്കെ റെൻറ്റിൽ ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത്. ഇതിലിപ്പം വെള്ളം മാത്രമേ റെൻറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൂ. പിന്നെ വൈഫൈ ഉണ്ടോ, പാർക്കിംഗ് ഉണ്ടോ, എഗ്രിമെൻറ്റ് ടൈപ്പ് എങ്ങനെയാണ്, ഫർണിഷ്ഡ് ആണോ, അതേപോലെ തന്നെ അപ്ലയൻസസ്. നോർമലി ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിലെ എല്ലാ സെറ്റിങ്സും എല്ലാ അപ്പാർട്ട്മെൻറ്റിലും കാണും, പൊതുവേ എല്ലാം ഉണ്ടാവും. എക്സ്ട്രാ വരുന്നത് ഈ വാഷിംഗ് മെഷീൻ, ഡ്രയർ, ഫ്രിഡ്ജും കാണും എന്തായാലും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. ഇവിടെയുള്ള ആൾക്കാർ പൊതുവെ അങ്ങനെ പറയാറുണ്ട്, ഇത് മൊത്തം വായിച്ചതിന് ശേഷം കോൾ ചെയ്യുക എന്നുള്ള രീതിയിൽ. പിന്നെ കിജിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പോസ്റ്റ് ചെയ്തിരിക്കുന്നവർ ഇൻഡിവിജ്വൽ ആണെങ്കിലും പ്രൊഫഷണൽ ആണെങ്കിലും അവരുടെ നമ്പറും ഡീറ്റെയിൽസും അവർക്ക് കാണാൻ പറ്റും. അപ്പം ഫേസ്ബുക്കിൽ നമ്മളിങ്ങനെ മെസ്സേജ് അയച്ച് ആരും റിപ്ലൈ ചെയ്തിരിക്കുമ്പോൾ കിജിജി അങ്ങനെ ഒരു ഗുണം ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നു അധികം ആൾക്കാരും ഫേസ്ബുക്കിലൂടെയാണ് കിട്ടുന്നതെന്ന് തോന്നുന്നു. അത് എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ള ഞാൻ തുടർന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്താണെങ്കിൽ അവരുടെ വെബ്സൈറ്റ്, ആ ഒരു പർട്ടിക്കുലർ അപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റും പിന്നെ അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന മറ്റു ഓപ്ഷൻസ്, അതായത് ആ പ്രൊഫൈൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ബാക്കി എന്തെങ്കിലും അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും. നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, പിന്നീട് വന്ന് നോക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പം വേഗം ചെയ്താൽ നമുക്ക് വേഗം കിട്ടും, ഇല്ലെങ്കിൽ നല്ല അപ്പാർട്ട്മെൻറ്റൊക്കെ പോവും. ഞാനൊരു 20 എണ്ണം ഷോർട്ട് ലിസ്റ്റ് ചെയ്തായിരുന്നു. അതിൽ നിന്ന് പിന്നെ അവസാനമൊക്കെ ആയപ്പോൾ ഞാൻ വരാനായപ്പം 2 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. സംഭവം തീരെ കിട്ടാനില്ലാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പം കാനഡയിൽ. കിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, കിട്ടാൻ ഇച്ചിരി പാടാണ്. അപ്പം കിജിജി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ഒരു അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പാഡ് മാപ്പർ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. ഒരുപാട് സൈറ്റ്സ് ഉണ്ട്, റിയൽ എസ്റ്റേറ്റിൻ്റെ റെൻ്റൽ സ്പേസ് കിട്ടുന്ന ഒരുപാട് സൈറ്റ് ഉണ്ട്, ഇൻഡിവിജ്വൽ കമ്പനീസിൻ്റെ സൈറ്റുകളും ഉണ്ട്. അപ്പം ഞാൻ ഈ ഒരു സൈറ്റും കൂടെ നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു റെൻ്റൽ പ്ലേസ് കമ്പാരിറ്റീവ്ലി റെൻറ്റ് കുറഞ്ഞൊരു സ്ഥലം കണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിന് മുമ്പ് വേറൊരെണ്ണം സെറ്റ് ആയതുകൊണ്ട് പിന്നെ അത് എടുത്തില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓരോ ഫസ്റ്റ് കാണിക്കുന്നത് ഇതുപോലെ റേഞ്ചിലുള്ള ഏത് പ്രൈസ് റേഞ്ചിലുള്ള അപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ സംഭവങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, എന്തൊക്കെ അമ്യൂണിറ്റീസ് ഉണ്ട്, മറ്റുള്ള സൈറ്റുകളെ പോലെ തന്നെ ഇവിടെയും നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസൊക്കെ കാണാം. പിന്നെ അവരെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, ചിലപ്പോൾ നമുക്ക് ഒരു ഫോം ഫില്ല് ചെയ്യേണ്ടി വരും. ചില ഏജൻസി അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഏജൻസികൾക്ക് അവർ റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പം ഇതിപ്പോൾ നമ്മൾ പ്രൈസ് റേഞ്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇപ്പം ഈ മാപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് വെച്ച് നമ്മളൊരു മാപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഭവം ഇതിൽ കാണിച്ചു തരും. എന്നിട്ട് നമുക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ഇതൊക്കെ കണ്ടിട്ട് ഒറിജിനലാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു വിർച്വൽ ടൂർ പോസിബിൾ ആണെങ്കിൽ അത് ചെയ്യിക്കാം. അധിക ഏജൻസികളും വിർച്വൽ ടൂറിന് സമ്മതിക്കാറുണ്ട്. പിന്നെ ഹൗസ് ഓണേഴ്സ് ആണെങ്കിൽ, ഇൻഡിവിജ്വൽ ഹൗസ് ഓണേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ വീഡിയോ കോളിലൊക്കെ സമ്മതിക്കുമായിരിക്കും. അപ്പം നമ്മൾ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ അന്വേഷിക്കുക. നമുക്ക് ബഡ്ജറ്റിന് ഒതുങ്ങിയ നമ്മുടെ സൗകര്യങ്ങളൊക്കെയുള്ള, അതായത് നടന്നെത്താവുന്ന ദൂരത്തിലെ കടകളും ഷോപ്പുകളും ഉണ്ടോ എന്ന് നോക്കുക. നമ്മളെങ്ങനെയാണ് നാട്ടിലെ വീട് അന്വേഷിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും വീട് അന്വേഷിക്കുക. ഒരു വ്യത്യാസമേ ഉള്ളൂ, ഇവിടെ ഡോളേഴ്സിലാണ് നമ്മൾ പൈസ എണ്ണി കൊടുക്കുന്നത്, നമ്മുടെ നാട്ടിൽ രൂപയിലാണ്.
അപ്പോൾ ഈ അടുത്ത സൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്, rentals.ca. കാനഡയിലെ വേറൊരു പ്രശസ്തമായിട്ടുള്ളൊരു റിയൽ എസ്റ്റേറ്റ് സൈറ്റാണ്. ഒരു നീലക്കടലിലേക്ക് നോക്കുന്ന പോലെ ഉണ്ടല്ലേ. അപ്പോൾ ഇതിനകത്തും നേരത്തെ നമ്മൾ പാഡ് മാപ്പ് എന്നുള്ള സൈറ്റിൽ കാണുന്ന പോലെ തന്നെ ഏകദേശം ഒരു മാപ്പും അതിനകത്ത് കുറേ ഡോട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്ത് കാണിക്കും. നമുക്ക് റെൻറ്റ് അല്ലെങ്കിൽ പ്രൈസിൽ നമുക്കൊരു ജനറലൈസേഷൻ ഒട്ടും പോസിബിൾ അല്ല കാനഡയിൽ. കാരണം ഓരോ ലൊക്കേഷനിലും ഓരോ പ്രൈസാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആരും നമ്മളെ പുതിയൊരു സ്ഥലമായതുകൊണ്ട് നമ്മളെ പറ്റിക്കാൻ ഇടവരരുതെന്ന് മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. പിന്നെ ഞാനിവിടെ അക്കോമഡേഷൻ കണ്ടുപിടിച്ചത് ഭയങ്കര ലക്കിലി വേറൊരു സൈറ്റ് വഴിയാണ്. ഞാൻ കൊണസ്റ്റോക്ക കോളേജിലാണ് പഠിക്കുന്നത്. അപ്പം കൊണസ്റ്റോക്ക കോളേജിൻ്റെ അക്കോമഡേഷൻ വെറുതെ തിരഞ്ഞു നോക്കിയപ്പം ഞാനിങ്ങനെ ഒരു നമ്മുടെ കൊണസ്റ്റോക്ക കോളേജിൻ്റെ ഒരു സൈറ്റാണിത്. അപ്പോൾ ഇതിനകത്ത് സ്റ്റുഡൻറ്റ് ഹൗസിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ ഓഫ് ക്യാമ്പസ് ഹൗസിങ്ങിനകത്ത് പ്ലേസസ് ഫോർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഞാൻ കണ്ടു. അപ്പം ഇതിനകത്ത് കൊണസ്റ്റോക്ക മാത്രമല്ല വേറെ പല കോളേജിൻ്റെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ കൊണസ്റ്റോക്ക കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ലിസ്റ്റ് ചെയ്യും ഏതൊക്കെ അവൈലബിലിറ്റീസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ ക്യാമ്പസാണ്, കൊണസ്റ്റോക്ക കോളേജിൻ്റെ പല ക്യാമ്പസുകളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പം കിച്ചണർ കൊടുക്കുകയാണെങ്കിൽ കിച്ചണറിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി ലിസ്റ്റിങ്സും കാണിക്കാൻ പറ്റും. ഷെയർ ഓപ്ഷൻസ്, അതായത് സ്റ്റുഡൻറ്റ് ഷെയറിങ് ഓപ്ഷൻസും കാണിക്കും. പിന്നെ ടീച്ചേഴ്സ്, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ പ്രോപ്പർട്ടി ലിസ്റ്റിങ്ങിൽ എടുത്ത് കാണിച്ചാൽ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള സൈറ്റുകളെ പോലെ തന്നെ അതിൻ്റെ റെൻറ്റും അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഞാൻ ആക്ച്വലി ഞാനിപ്പോൾ താമസിക്കുന്ന വീട് കണ്ടുപിടിച്ചത് ഈ പർട്ടിക്കുലർ സൈറ്റിൽ നിന്നാണ്. എന്നോട് എങ്ങനെയാണ് അക്കോമഡേഷൻ കണ്ടുപിടിച്ചതെന്ന് നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി അറിയാൻ വേണ്ടി കൂടിയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ സൈറ്റ് വഴിയാണ് കണ്ടുപിടിച്ചത്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾക്ക് ചിലപ്പം കിജിജി വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് വഴിയോ ആയിരിക്കും. നമ്മൾ ജോലി പറഞ്ഞ പോലെ നമ്മളുടെ എല്ലാവരുടെയും സ്റ്റോറി ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് എനിക്ക് കിജിജിതം കിട്ടി, അതുകൊണ്ട് നിങ്ങൾക്കും കിജിജിതം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ലക്ക് വരുന്നത് ഓരോ വഴിയായിരിക്കും. പക്ഷേ എന്തായാലും എവിടേക്കൊക്കെ കിട്ടുന്നു മാത്രം നമ്മൾ ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും കാണിക്കും. അതായത് കോൺടാക്ട് ഡീറ്റെയിൽസും അധികം അവരുടെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറൊക്കെ ഇതിനകത്ത് കൊടുക്കാറുണ്ട്. ഞാനിതിനകത്ത് അവരെൻ്റെ ഇമെയിൽ ഐ ഡിയിലാണ് ഞാൻ കോൺടാക്ട് ചെയ്തത്. ഞാൻ വിളിച്ചൊന്നുമില്ല. അവരെനിക്ക് അവരുടെ മൊബൈൽ നമ്പർ അയച്ചു തന്നു. ഞാൻ വാട്സാപ്പിൽ വഴി ചാറ്റ് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ വേറൊരു ഡർഹം കോളേജ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം അതിൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പം ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറെ കോളേജ് ആക്ച്വലി കൊടുത്തു നോക്കിയത്. അതുവരെ ഞാൻ കൊണസ്റ്റോക്ക കോളേജ് മാത്രമേ ഈ സൈറ്റിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഡർഹം കോളേജിലുണ്ട്. പിന്നെ കാനഡയിലെ വേറെ പ്രശസ്തമായിട്ടുള്ള പല കോളേജുകളും, ഏത് ഒരു കോളേജ് മാത്രം എനിക്ക് കിട്ടിയില്ല, ഫാങ്ഷോ കോളേജ്. ചിലപ്പോൾ ഞാൻ എൻ്റെ സ്പെല്ലിങ് തെറ്റായിട്ട് അടിച്ചുകൊണ്ടായിരിക്കും, എന്താ അറിയില്ല. ഇനിയിപ്പോൾ വേറെ അടിച്ചു കൊടുത്തത് ജോർജിയനാണ്. അപ്പം അതിൻ്റെ റിസൾട്ടുണ്ട്. ജോർജിയൻ്റെ കുറേ ക്യാമ്പസുകളിലുള്ള അക്കോമഡേഷൻ എല്ലാം ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പം ഇത് ശരിക്കും എനിക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സൈറ്റായിരുന്നു. അധികാരം ഇത് പറഞ്ഞു കേട്ടിട്ടില്ല. പ്ലേസസ് ഫോർ സ്റ്റുഡൻസ് എല്ലാവരും ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസും പിന്നെ കിജിജിയാണ് നോർമലി എല്ലാ വീഡിയോസിലും ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം ഇത് നിങ്ങൾ ശരിക്കും നോക്കുക. ചിലപ്പം നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടും. പിന്നെ സ്റ്റുഡൻറ്റ് ഷെയറിങ്ങും ഇതിനകത്തുണ്ട്. നമ്മൾ ഈ 700-600 റെൻ്റൊക്കെ കാണുമ്പോൾ അതിൻ്റെ അർത്ഥം അതൊരു ഷെയറിങ് ആയിരിക്കും. 1000-ന് മേലെയാണെങ്കിൽ അത് മൊത്തത്തിൽ ആ ഒരു അപ്പാർട്ട്മെൻറ്റ് മൊത്തത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഇത്രയും വഴികളല്ല, ഇനിയും വഴികളുണ്ട് റെൻ്റൽ പ്ലേസ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ 2-3 കാര്യങ്ങൾ കൂടെ പറയാം റെൻ്റൽ പ്ലേസ് സെർച്ച് ചെയ്യാനുള്ള വഴികൾ. ഒന്നാമത്തത് സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്സ്, ഫേസ്ബുക്ക്, വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, ഓൾറെഡി നിങ്ങൾക്ക് പരിചയമുള്ളവർ കാനഡയിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ വഴി ഏതെങ്കിലും ഒരു റെൻ്റൽ പ്ലേസ് തരപ്പെടുത്താൻ പറ്റുമെങ്കിൽ അതും വളരെ നല്ലതായിരിക്കും. കുറേ ഓപ്ഷൻസ് ഉണ്ട്. കിട്ടുന്നത് നമ്മുടെ ഭാഗ്യവും നമ്മളുടെ പ്രയത്നം പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ വീണ്ടും ഊന്നി പറയുകയാണ് സുഹൃത്തുക്കളെ, ബിവെയർ ഓഫ് സ്കാംസ്, ഫ്രോഡ്, റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ്സ്, ടു ഗുഡ് ടു ബി ട്രൂ ഡീൽസ്. ഇതിലൊന്നും നിങ്ങൾ പെടാതിരിക്കട്ടെ. കാനഡയിൽ ഒരു റെൻ്റൽ അക്കോമഡേഷൻ അന്വേഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് തലചരിക്കാൻ നല്ലൊരു ഇടം കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.
അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത എല്ലാത്തിനും ഞാൻ നന്ദി അറിയിക്കുകയാണ്. നമ്മൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കോളേജിനെ കുറിച്ചാണ്. ഇതിനോടകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ കോൺസ്റ്റോക്ക് കോളേജിലാണ് പഠിക്കുന്നതെന്ന്. അപ്പം കോൺസ്റ്റോക്ക് കോളേജ് എങ്ങനെയാണ്, എൻ്റെ കോഴ്സ് ഏതാണ്, കോഴ്സ് എങ്ങനെയുണ്ട്, നല്ല പാടാണോ, കേരളത്തിനെ അപേക്ഷിച്ച് എങ്ങനെയുണ്ട്, ഞാൻ കേരളത്തിലെ ബിടെക്കും ഇവിടുത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും തമ്മിലൊരു കമ്പാരിസൺ നടത്താൻ പോവുകയാണ്. അപ്പം തീർച്ചയായിട്ടും മറക്കാതെ കാണുക. ഒരേ കപ്പലിൽ ട്രാവൽ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ തിരിച്ചു വരുന്നവരേക്കും മറക്കാതെ കാണുക ടൈം ടേൺ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് അസ്തല വിസ്ത, അഡിയോസ്, ബൈ.